ഓക്കെ, നിങ്ങൾ മൊണാക്കോ GPയുടെ ക്വാളിഫയേഴ്സ് കണ്ടായിരുന്നു? കണ്ടില്ലെങ്കിൽ ഉടനെ പോയി എൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് കാണും. അബ്സല്യൂട്ട് റേസിംഗ് ആയിരുന്നു. അപ്പോൾ കനേഡിയൻ ഗ്രാൻഡ് പ്രി വരെ കിമി ആൻ്റണലി നല്ലതായിട്ട് പെർഫോം ചെയ്തു. കുറച്ച് ലക്കുണ്ട്. ജോർജ് റസലിന് മൈന്യൂട്ടായിട്ടുള്ള കുറേ മിസ്റ്റേക്ക് പറ്റി, അതിനിടയ്ക്ക് പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് കിമി ആൻ്റണലി പെർഫോം ചെയ്തതെന്ന് നമുക്ക് പറയാം. പക്ഷെ മൊണാക്കോ വാസ് ഡിഫറൻറ്റ്. മൊണാക്കോയിൽ എത്തിയപ്പോഴത്തേന് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഡേറ്റ് അനുസരിച്ചിട്ട് ഫെറാറി ഈസ് ദ ബെസ്റ്റ് കാർ ഇൻ കോർണേഴ്സ്. അവർക്ക് സ്ട്രെയിറ്റ് ലൈൻ സ്പീഡ് ഇല്ലെങ്കിലും അവർ കോർണേഴ്സിൽ അവരുടെ കാറിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതും ഏറ്റവും കൂടുതൽ ടൈം കൺസർവ് ചെയ്യുന്നതും ഫെറാറിയുടെ കാറാണ്. പക്ഷേ വാട്ട് കിമി ഡിഡ് വാസ് ദ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല 1 ഒരു ജനറേഷണൽ അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, കിമിയുടെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിമി ആൻ്റണലി നിലവിലെ ഫോർമുല 1 ഒരു ലെജൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ലൂയിസ് ഹാമിൽട്ടണെയും പിന്നെ ഒരു റീനിങ് വേൾഡ് ചാമ്പ്യനായിട്ടുള്ള മാക്സ് വെർസ്റ്റാപ്പിനെയും പിന്നിലാക്കിയിട്ടാണ് ഈ ഒരു പോൾ പൊസിഷനിൽ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ വർഷം മൊണാക്കോ GPയിലേക്ക് ഒരു റെവ് 1 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എഞ്ചിനും കൂടെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ടീംസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മൊണാക്കോ GP ഒരു സ്ട്രീറ്റ് സർക്യൂട്ടാണ്, ബാരിയേഴ്സ് എല്ലാം അടുത്തടുത്താണ്. എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ പ്രിസിഷൻ വേണ്ട ഒരു റേസിംഗ് കോഴ്സാണ് മൊണാക്കോയിലുള്ളത്. അതുകൊണ്ട് തന്നെ കാറിന്റെ പേസ് അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് കൂടിക്കഴിഞ്ഞാൽ അത് ക്രാഷിന് കാരണമാവും. അതുകൊണ്ട് റെവ് 1 എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പറഞ്ഞാൽ 2026 റെഗുലേഷൻ അനുസരിച്ചിട്ടുള്ള എഞ്ചിൻ അല്ലാതെ അതിനേക്കാളും പവർ കുറഞ്ഞിട്ടുള്ള ഒരു പവർ യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ടീംസിനോട് പവർ യൂണിറ്റ് മാനുഫാക്ചറേഴ്സിനോട് FIA പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെവ് 1 എഞ്ചിനാണ് എല്ലാ ടീംസും യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മെഴ്സിഡസിന് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മെഴ്സിഡസിന് മൊണാക്കോ GPയിൽ ഇല്ലായിരുന്നു. എന്നിട്ടും കിമി ആൻ്റണലി ആ ഒരു പോൾ പൊസിഷൻ അച്ചീവ് ചെയ്തു. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മൊണാക്കോ GPയിൽ കിമി ആൻ്റണലി ഫിനിഷ് ചെയ്തത് P15 റേസിൽ. അപ്പോൾ എന്താ കഴിഞ്ഞ വട്ടം കിമി ആൻ്റണലി ടീമിൽ വന്നത് ലൂയിസ് ഹാമിൽട്ടണ് പകരക്കാരനായിട്ടാണ്. അതായത് മെഴ്സിഡസ് ഒരു കിങ് ഓഫ് ഫോർമുല 1 റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു പയ്യനെ, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നാണക്കേട് കഴിഞ്ഞ വർഷം കിമി ആൻ്റണലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആക്ഷേപകരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ടാണ് കിമി ആൻ്റണലി ഈ ഒരു പോൾ പൊസിഷൻ നേടിയിരിക്കുന്നത്. സോ ഫൈനലി ഞാൻ ഈ മൊണാക്കോ ഗ്രാൻഡ് പ്രിയുടെ റിവ്യൂ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേന് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിമി ആൻ്റണലിയുടെ യൂറോപ്യൻ ഗ്രാൻഡ് പ്രീസിലെ പെർഫോമൻസ് ശോകമാണ് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ അനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വട്ടം മൊണാക്കോ GPയിലും കിമിയുടെ പെർഫോമൻസ് അത്ര ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാനും ആ ഹേറ്റേഴ്സിനത് പെടുമായിരിക്കും. അപ്പം കിമി ആൻ്റണലി ഞാൻ പറഞ്ഞതും തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എനിവേ, പ്രൗഡ് ഓഫ് യു. അപ്പം നിങ്ങളും കമൻറ്റ് ചെയ്യൂ, ക്വാളിഫയേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്?